അങ്ങനെ ഞങ്ങൾ ഒരു 3:15 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പോവാൻ നിൽക്കുകയായി. ഇതൊക്കെയാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. ഞങ്ങളിങ്ങനെയാണ് പോവാൻ റെഡിയായത്. ഞങ്ങൾ 34ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് എത്തുമ്പോഴേക്കും ചേട്ടൻ പെട്രോളൊക്കെ അടിച്ച് വണ്ടിക്ക് റെഡിയാക്കി നിന്നു പോവാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊരു 3:30 ആയപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. അൽനഹദയിലാണ് നമ്മുടെ ഫ്ലാറ്റ്. അവിടെ നിന്ന് ഞങ്ങൾ 1:30 ഇറങ്ങി. ഡെസേർട്ട് കാണാൻ പോണതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റിലും ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഹായ് നീലു, എന്നാ പിടിച്ചോ ഉമ്മ ഉമ്മ ഉമ്മ. ഇതിവിടെ ഷാർജയിലത്തെ ഒരു കോളേജാണ്. ഇത് ഷാർജയിലത്തെ മെയിൻ റോഡിലേക്ക് കടന്നപ്പോൾ ഉള്ള വീടുകളുടെ സ്ട്രക്ചറാണ്. നമ്മൾ പോകുന്തോറും ഇങ്ങനെ അടുത്തടുത്ത് മരുഭൂമികളും ഒട്ടകങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അവിടെയുണ്ട് ഒരു ഭാഗത്ത് നിറച്ച് വീടുകൾ, സ്ഥാപനങ്ങളും ഒക്കെ. ചേട്ടാ നമ്മളെ എവിടേക്ക് പോണേ? എവിടെയാ ഡെസേർട്ട്? എവിടെയാത്? അവീർ. നമ്മൾ അല്ലാതെന്നല്ലേ ഇറങ്ങിയത്. അവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? അരമണിക്കൂർ. അരമണിക്കൂർ. എന്തൊക്കെ ഉണ്ടായിരുന്നു പോവാൻ? അതിന്റെ ഇടയിലാണ് റോഡിൽ കൂടെ ഫെരാരി പോണത് കണ്ടത്. മഞ്ഞ കളർ ഫെരാരി, ഭയങ്കര സ്പീഡില്. സവാരി അടുത്തെത്തും തോറും ഫുള്ള് മരുഭൂമി ആയിക്കൊണ്ടിരിക്കുക. ഒന്നൂടി. അങ്ങനെ ഞങ്ങൾ ഈ വ്ളോഗിന്റെ ഇൻട്രോ എടുക്കാൻ വേണ്ടി കുറേ പ്രയത്നിച്ചു. അവസാനം പീലുനാണ് നറുക്ക് വീണത്. അവനാണ് അടിപൊളിയായിട്ട് പറഞ്ഞത്. ഞങ്ങളപ്പോഴേക്കും മരുഭൂമിനുള്ളിലേക്ക് കടന്നു. ഞങ്ങൾ പിന്നെ ഈ ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ വിളിച്ചു. അവർ ഒരു 5-10 മിനിറ്റിനുള്ളിൽ വന്നു. ഞങ്ങളെ എന്നിട്ട് വേറെ കാറിലേക്ക് കയറ്റി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിറച്ച് ക്രൂസറായിരുന്നു. അത്ര നേരം കാറിൻ്റെ ഉള്ളിൽ AC കൊള്ളിണ്ടിരിക്കണ മാതിരി ആയിരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ വേഗം എന്നിട്ട് അതിനുള്ളിൽ കയറി. നന്നായിട്ട് മണൽ കാറ്റും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് നിന്നിട്ട് പിടിച്ചിരുന്നോളാൻ പറയണ്ടായിരുന്നു. എന്നിട്ട് പതുക്കെ കാർ എടുത്ത് തുടങ്ങി. ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ സ്പീഡ് കൂടി പിടിച്ചാൽ കിട്ടാണ്ടായി. ഞാൻ എന്നിട്ട് ഫോണും കൂടി മുറുക്കി പിടിക്കണമല്ലോ, ഇത് മാത്രം പിടിച്ചാൽ പാടില്ല. എന്നിട്ട് അടിപൊളിയായിരുന്നു, സംഭവം അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫോണും കൂടി മുറുക്കി പിടിച്ചോണ്ടാണ് എൻ്റെ വിരലിൻ്റെ അറ്റം കൂടി ഇതിൽ കാണണ്ടോ അത് പറ്റാ. വണ്ടിയുടെ സ്പീഡ് കൂടുന്നോറും ഞാൻ എൻ്റെ ഫോൺ മുറുക്കി പിടിച്ചതും കൂടി. പിള്ളേർ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഡ്രൈവറേ വണ്ടി നിർത്ത്, സ്പീഡ് കുറയ്ക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവസാന സ്ഥലത്തെത്തി. പിന്നെ അവിടെ നിറച്ച് മണലായിരുന്നു. പിന്നെ കാല് കുത്തുമ്പോഴേ നമ്മുടെ ഇങ്ങനെ ഒരു ബാലൻസ് പോവുക, ആ ഒരു രീതിയിൽ. പിന്നെ 2 പ്രാവശ്യം നടന്നപ്പോഴേക്കും പിന്നെ ശരിയായി. അപ്പോഴേക്കും അവിടെ ആക്ടിവിറ്റി സോണൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഈ വെയിലത്തവരെ ഈ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ടവല്, പ്രത്യേകതരം ടവല് വിൽക്കുന്നുണ്ടായിരുന്നു. അതിനോരോ എണ്ണത്തിന് 30 ദിർഹമായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 700 രൂപ. ഈ ആക്ടിവിറ്റി സോണിൽ നമ്മൾ ഒക്കെ പെയ്ഡാണ്. അവിടെ എത്തിയിട്ട് ഓരോന്നിനും നമ്മൾ കയറണതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ അവിടുത്തെ എല്ലാത്തിനും 100 രൂപ തൊട്ട് അങ്ങനെ മുകളിൽ കയറുന്നത്. ഈ വണ്ടിയിലൊക്കെ കയറാൻ 100 രൂപ, 200, 300
അതായത് അവിടുത്തെ 100 രൂപ 200 രൂപ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ അങ്ങനെ ലേശങ്ങോട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഡാൻസും പരിപാടികളും കാര്യങ്ങളും എല്ലാവരും. സംഭവം നല്ല വെയിലായിരുന്നു. നടക്കുമ്പോഴും മുഖത്തൊക്കെ നല്ല വെയിലടിക്കും. അങ്ങനെ ഇവിടെയാണ് ഇന്ന് നമ്മുടെ ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പോണത്. അവിടെ നമ്മളൊരു 4 മണി 4:15 ആകുമ്പോഴെത്തി. അപ്പോഴേക്കും അവിടെ ബാക്കി ആക്ടിവിറ്റീസൊക്കെ തുടങ്ങി. ഒട്ടകം അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അവിടെ ഒരു ഈന്തപ്പനയും കണ്ടു. പിന്നെ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ചു എവിടെയെങ്കിലും ഉള്ളിൽ കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങുമ്പോൾ നല്ല വെയിൽ. ഇപ്പോൾ ഇതാ ഇവിടെ ഈ സൈഡിലൊക്കെ ഡ്രസ്സൊക്കെ ഉണ്ട്. അവിടുത്തെ അറബിയുടെ ഡ്രസ്സും അങ്ങനെയല്ലാതെ ആ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് വെറുതെ നോക്കാൻ പറ്റും. ദാ അവിടെയാണ് ഇന്നത്തെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേത് അവിടെ VIP സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. അവർക്ക് അവിടെ ചായ കൊടുക്കണ സൈഡാത്. നമ്മളവിടെ എത്തിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അവരൊക്കെ പിന്നെ റൈഡിനും കാര്യങ്ങൾക്കും ഒട്ടകത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് നമുക്ക് അവിടെ ജസ്റ്റ് റൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതവിടെ നമ്മുടെ പാക്കേജിലുള്ളതാണ്. ഇപ്പോൾ ഇത് നടക്കുന്നത് വേറെ എക്സ്ട്രാ പെയ്ഡായിരിക്കും. ഞങ്ങൾ പിന്നെ മരുഭൂമിയിലത്തെ മണലിൻ്റെ ചൂടൊക്കെ വെറുതെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടെ എങ്ങനെയുണ്ട് അവിടെ എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാനും കൂടി മരുഭൂമിയിലത്തെ മണലിൻ്റെ ചൂട് ടെസ്റ്റ് ചെയ്യാൻ നോക്കി. കുഴപ്പമില്ല, ചെറിയ ചൂടേ ഉള്ളൂ, ചെറിയ ചൂട്. നമ്മുടെ ഇന്നത്തെ പാക്കേജിൽ ഫ്രീ ഹെന്നയുണ്ട്. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. നമ്മുടെ പാക്കേജിലുള്ളത് ഫ്രീ ആണ് വാട്ടറൊക്കെ. നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അതർ ആക്ടിവിറ്റീസിലേക്ക് വെറുതെ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹെന്ന ഫ്രീ ഹെന്ന ഞങ്ങൾ 3 പേരും ഇട്ടു. ആൾക്കാരൊക്കെ വന്നോട് കൂടിയിട്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ചു നമ്മുടെ സ്ഥലം പോയിട്ട് പിടിക്കാമെന്ന്. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പിന്നിലിരുന്ന് ബെല്ലി ഡാൻസ് കാണേണ്ടി വരും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ 2 ബെഞ്ച് ബാക്കിലേക്ക് ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങി. അവരാണ് VIP ലോഞ്ചാണ് അവരുടേത്. പിന്നെ നമ്മുടെ പാക്കേജിലുള്ള ഓരോന്നോരോന്ന് ഓപ്പണായി. ചായ ഓപ്പണായി ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ പാൽപ്പൊടിയും ഷുഗർ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് തന്നെ ചായ ഉണ്ടാക്കാൻ പറ്റും. വൈകുന്നേരം ആകുമ്പോഴേക്കും ആ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരാണെങ്കിലും അവരവരുടെ സീറ്റുകളൊക്കെ വന്ന് പിടിക്കാൻ തുടങ്ങി. നല്ല വെയിലായതുകൊണ്ടും പിന്നെ വെള്ളം അവിടെ ഓപ്പൺ ആയതുകൊണ്ടും നമ്മളെല്ലാ വെള്ളവും എടുത്തുകൊണ്ട് പോന്നു. എല്ലാ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത് എന്തായാലും ഇവർക്ക് ടൈം പാസ്സായി. ചേച്ചി ഇവിടെ ഒരു 6 മണി കഴിഞ്ഞപ്പോഴേക്കും ഒരു ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. നല്ല ഭംഗിയുണ്ടാവും. മഞ്ഞ ലൈറ്റ് കാണാൻ അവിടെ ഇതേപോലെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഏറ്റവും അറ്റത്തൊരു ദുബായ് ഉണ്ട്. അത് അവസാനം അതവിടെ ഒരു സംഭവം ചെയ്തിട്ട് വർക്ക് ഉണ്ട് അവിടെ. അത് നമുക്ക് ലാസ്റ്റ് കാണാം. എന്തായാലും 7 മണിയാവും നമ്മുടെ ബെല്ലി ഡാൻസ് തുടങ്ങാൻ. അപ്പം പിന്നെ വിചാരിച്ചു ബാക്കിയുള്ള ആക്ടിവിറ്റികൾ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒട്ടകത്തിന് മുകളിലേക്ക് കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. രശ്മി ചേച്ചി വന്നില്ലേ. ചേച്ചി നമ്മുടെ സ്ഥലം അവിടെ പിടിച്ചിട്ടിരുന്നു. നമ്മൾ പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ 4 പേരും കൂടെ ഒട്ടകത്തിന് മുകളിൽ കയറാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്നു. ക്യൂ നിൽക്കുകയാണ്. ഈ പക്ഷിനെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ പൈസ കൊടുക്കണം. അപ്പോഴേക്കും ഞങ്ങൾ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നു. ജസ്റ്റ് ഒരു റൗണ്ട് ചുറ്റിയിട്ട് അങ്ങനെ പോവാണ്. സംഭവം നല്ല രസമായിരുന്നു. നമ്മുടെ നാട്ടിലെ ആനയുടെ പോലെ ഇവർക്ക് ഇവിടെ ഒട്ടകല്ലേ ഉള്ളത്. ഒട്ടകത്തിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ നമ്മുടെ സ്റ്റേജിൻ്റെ അവിടേക്ക് എത്തി. അപ്പോഴേക്കും 7 മണിയൊക്കെ ആവാറായി. ബെല്ലി ഡാൻസൊക്കെ തുടങ്ങാറായി.
അതിനു മുമ്പ് സ്നാക്സ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അത് ചുമ്മാ അങ്ങനെ മൈദ കൊണ്ട് ഒരു പക്കോട പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കൂടെ സോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നേനെ. ഇപ്പോൾ വലിയ വികാരമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചുമ്മാ വെറുതെ ഇരുന്ന് കഴിച്ചു. അവിടെ ആ ഡ്രിങ്ക്സും ഓപ്പൺ ആയിരുന്നു. ഞങ്ങളിതാ എന്നിട്ട് കൊക്കക്കോളയൊക്കെ എടുത്തു പോന്നു. ഇതൊക്കെ ഫ്രീ ആണെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടെ പിന്നെ ചോദിച്ചപ്പോൾ പൈസ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സൈഡിൽ നിന്ന് കൊക്കക്കോള എടുത്തു. അത് ഫ്രീ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ബെല്ലി ഡാൻസ് ചേച്ചി വന്നു. 2 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ സംശയമായി തുടങ്ങിയ പിന്നെ ഈ ചേച്ചി ഇങ്ങനെ ഡാൻസ് കളിച്ചത്. നമ്മൾ കണ്ട ബെല്ലി ഡാൻസ് ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഇവർ 2 പേരുണ്ടായിരുന്നു കേട്ടോ ബെല്ലി ഡാൻസ് കളിക്കാൻ. പിന്നെ ശരിയായിട്ടാ പിന്നെ നമ്മൾ കണ്ട ബെല്ലി ഡാൻസ് പോലെ തന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. എല്ലാവരും പിന്നെ നമ്മളെ പോലെ തന്നെ ചേച്ചിയുടെ ഡാൻസ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 15-20 മിനിറ്റ് നമ്മുടെ ബെല്ലി ഡാൻസ് 2 ചേച്ചിമാരും കൂടി കളിച്ചു കേട്ടോ. ബെല്ലി ഡാൻസ് കഴിഞ്ഞോടുകൂടി പിന്നെ ഫുഡ് സെക്ഷൻ ഓപ്പൺ ആയി. അത് VIP ലോഞ്ചിൻ്റെ ഫുഡ് സെക്ഷനായിരുന്നു. അതിൻ്റെ ഇപ്പുറത്ത് റെഗുലർ സാധാരണ നമ്മുടെ ആൾക്കാരുടെ ഫുഡ് സെക്ഷനായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയിട്ട് കഴിച്ചത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം എടുക്കാൻ നോക്കി. അപ്പോഴേക്കും കുറേയൊക്കെ കഴിഞ്ഞു. എന്നാലും പിന്നെ അവിടെ നിന്ന് നമ്മൾ എടുത്തു. ഫുഡ് കഴിക്കാൻ തുടങ്ങി പിന്നെ തനൂറ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ പാവാട വെച്ച് ഇങ്ങനെ തിരിയണ ചേട്ടൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അത് നല്ല രസമാട്ടോ. നല്ല ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ലൈറ്റ്സൊക്കെ ഓഫായിട്ട് ഈ പാവാട ഡാമിൽ ലൈറ്റൊക്കെ തെളിയും. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു.
ഡാൻസ് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദുബായിമേ ഫയർ വർക്കൊക്കെ ചെയ്തു. കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നൈറ്റും കൂടി ആയതുകൊണ്ട്. ആ ഫയർ വർക്ക് കഴിഞ്ഞ് പിന്നെ നേരെ തീത്തുപ്പട ചേട്ടന്മാർ വന്നു. അത് നല്ല രസമായിരുന്നു കേട്ടോ. അത് ലൈവായിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു, നമുക്കത് എൻജോയ് ചെയ്യാൻ. അങ്ങനെ ഫയർ വർക്കോടുകൂടി ഡെസേർട്ട് സഫാരിയുടെ ആക്ടിവിറ്റീസും ഡെസേർട്ട് സഫാരിയും കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ വിചാരിച്ചു കുറച്ച് വെള്ളം എടുത്തിട്ട് പോവാന്ന്. അങ്ങനെ മരുഭൂമിയിലൊരു ദിവസം, ഒരു ദിവസം മീൻസ് ഒരു 6-7 മണിക്കൂർ നമ്മളവിടെ ചിലവഴിച്ചു. എല്ലാവരും ഇറങ്ങായി. വന്നത് എല്ലാവരും കാറിലാണല്ലോ, അതേപോലെ തന്നെ പോവാനും കാറിൽ തന്നെ വേണം. എല്ലാവരും എന്താ വരി നിൽക്കുകയാണ്. അപ്പോൾ കാറിൽ 5-6-7 പേരായിരുന്നു തോന്നുന്നു, 7 പേര് വീതം എടുത്തിട്ട് അങ്ങനെ അവിടെ കൊണ്ടിറക്കും. നമ്മളെ വണ്ടി ഇവിടെ കയറ്റിയത് അവിടെ കൊണ്ടിറക്കും. അങ്ങനെയായിരുന്നു പരിപാടി. അതേ സ്ഥലത്ത് വന്ന് ഇറങ്ങി. നന്നായിട്ട് മണൽ കാറ്റുണ്ടായിരുന്നു. എല്ലാവരും പോവുകയായി. കുറേ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത്. നമ്മളതിനെ ആ ഭാഗത്തു നിന്ന് കൊണ്ടിറക്കണ വണ്ടിയും പിന്നെ വന്ന വണ്ടികളും എല്ലാവരും കൂടി. അങ്ങനെ നമ്മൾ മരുഭൂമിയിൽ നിന്ന് തിരിക്കുകയായി ഗൈസ്. ഇനി അടുത്ത പരിപാടിക്ക് കാണാം.